ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ബെഡൊക്കെ സെറ്റാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. മോർണിംഗ് സ്കൈ ഒക്കെ കണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ഇതേ മിക്കു ഇരിക്കുന്നുണ്ട്. ബ്രഷൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ പോയി. ഇന്ന് വലിയ പ്ലാനിങ്സും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യമായിട്ട് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകണം, കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ വരാന്തയിലിരുന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ഔട്ട്ഫിറ്റിലേക്ക് മാറി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബർത്ത്ഡേയുടെ ഔട്ട്ഫിറ്റ്. ഒരു കോഡ് സെറ്റാണ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പ്ലീസ്. അപ്പോൾ ഞാൻ അങ്ങനെ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് അവളെയും കൂട്ടി ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിനുള്ളിൽ കയറി പ്രദർശനമൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് സമയം അവിടുത്തെ കുളത്തിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവളുടെ വീട്ടിലേക്ക് നേരെ പോയി. അപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ ആ ക്ലിപ്പ് ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു വേറെ ഒരു ക്ഷേത്രത്തിലും കൂടി പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാർ എടുത്തിട്ട് ആ ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. ആ അമ്പലത്തിൻ്റെ നെയിം ബോർഡ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ണൂർ ജില്ലയിൽ പ്രശസ്തമായ ഒരു അമ്പലമാണ്. ഇവിടെ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉച്ചശീവയിൽ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചശീവയിലേക്ക് കണ്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴായിരുന്നു അന്ന് കുചേല ദിനമായിരുന്നു. അങ്ങനെ അവിടുന്ന് കഞ്ഞിയും പായസമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ നേരെ അവളുടെ വീട്ടിലേക്കായിരുന്നു പോയത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കിൻ്റെ പരിപാടികളൊക്കെ നോക്കി വിളക്ക് കത്തിച്ചു. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏച്ചിയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവളൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. കുറച്ച് ഞങ്ങളിരുന്ന് സംസാരിച്ചു. അതിനുശേഷം അവൾ കൊണ്ടുവന്നത് മോമോസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി മോമോസ് കഴിച്ചു. അപ്പം വേഗം ഞാൻ പോയി കേക്കൊക്കെ എടുത്തിട്ട് വന്നു. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാനും എൻ്റെ ഏച്ചിയുടെ കുട്ടിയും കൂടിയായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫും കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പീസാക്കിയിട്ട് അവർക്കൊക്കെ കേക്ക് കൊടുത്തു. അപ്പോൾ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏച്ചിയും കുട്ടിയും കൂടി ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് കയറി. പിന്നെ സ്പെഷ്യൽ ബ്രെഡ് ആൻഡ് ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് എടുത്ത കുറച്ച് പിക്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.